കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മൾ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ചൊങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ജോടുവയ്ക്കുമീ പദങ്ങൾ വൃത്തലോലമാകണേ. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചുവടുവയ്ക്കുമീ പദങ്ങൾ വൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതാകണേ. ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമീട്ടി. ഈ സുവർണ ജൂബിലി ആഘോഷിക്കാൻ നമ്മുടെ കമ്മിറ്റി ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ ഒരുക്കങ്ങളുമായി വളരെ കാലമായി നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതിൻ്റെ പരിസമാപ്തിയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ ജൂബിലി ആഘോഷങ്ങളുമായി നമ്മളിപ്പോൾ ഇവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ദീർഘമായൊരു സ്വാഗത പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇവിടെ വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും നമ്മുടെ കൂട്ടുകാരെ എല്ലാവരെയും ഈ ജൂബിലി ആഘോഷത്തിലേക്കും ഈ യോഗത്തിലേക്കും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് എല്ലാം അർപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ചടങ്ങിലേക്ക് ഞാൻ നീങ്ങുകയാണ്. ആദ്യമായി ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സഹപാഠിയായ നമുക്കെല്ലാം സുപരിചിതനായ ശ്രീ ബേബി മാത്യു കാവുങ്കലാണ്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ നിയോജകമണ്ഡലത്തിൻ്റെ മുൻ MLA-യും നമ്മുടെ ഈ കേരളത്തിലെ കഴിഞ്ഞ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ ആരാധ്യനായ ശ്രീ പ്രൊഫസർ C. രവീന്ദ്രനാഥ് അവർകളാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ബഹുമാന പുരസ്സരം സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷണവും നിർവഹിക്കുന്നത് സുപ്രസിദ്ധ സാഹിത്യകാരനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ആറാട്ടുപുഴ സ്വദേശിയുമായ നമുക്കെല്ലാവർക്കും സുപരിചിതനായ പുസ്തകങ്ങൾ വായിക്കുന്നതും അക്ഷരങ്ങളോട് പ്രിയമുള്ള എല്ലാവർക്കും തന്നെ പ്രത്യേകിച്ചൊരു മുഖവര ആവശ്യമില്ലാത്ത ബഹുമാനപ്പെട്ട അഷ്ടമൂർത്തി സാറാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു.
നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് നമ്മുടെയെല്ലാം ഗുരുനാഥന്മാരായ കുറേ പേരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളൂ. ഇവിടെ വരാത്തവരെ നമ്മൾ വീട്ടിൽ പോയി അവരവരുടെ വീട്ടിൽ പോയി തന്നെ ആദരിക്കും. പല ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ധാരാളം ഗുരുജനങ്ങളുണ്ട്. നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുങ്ങളെ ഈ സ്റ്റേജിൽ വെച്ച് തന്നെ നമ്മൾ ആദരിക്കുകയാണ്. അവരെ ഓരോരുത്തരെയും ഞാൻ പേര് പറഞ്ഞ് വിളിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്ന 3 വർഷം ഞങ്ങളുടെ ടന്നയിലെ ക്ലാസ് ടീച്ചറായിരുന്നു. നമ്മുടെ ഏകദേശം എല്ലാ ഡിവിഷനിലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്സും ഇംഗ്ലീഷും എല്ലാം നമ്മളെ പഠിപ്പിച്ച് നമ്മളെ വളരെയധികം നമ്മളോട് സ്നേഹപൂർവ്വം നമ്മളോട് എന്ത് കാര്യത്തിനും നമ്മൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ നല്ല വഴിക്ക് നയിച്ച ശ്രീ ദാമോദരൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് വിമല ടീച്ചറെയാണ് അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത്. വിമല ടീച്ചറെയും നിങ്ങൾക്ക് ആർക്കും ഒരു മുഖവരിയുടെ ആവശ്യമില്ല. ദാമോദരൻ മാസ്റ്ററുടെ ധർമ്മഭക്തിയാണ് നമ്മളെല്ലാം കണക്ക് പിടിപ്പിച്ച വിമല ടീച്ചറെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ വളരെയധികം വേണ്ടപ്പെട്ട നമുക്ക് പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഇന്ദിര ടീച്ചറെയാണ്. ഇന്ദിര ടീച്ചറെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ശ്രീമതി ഭാരതി ടീച്ചർ നമ്മുടെ UP ക്ലാസ്സുകളിൽ നമ്മളെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ള ഭാരതി ടീച്ചറാണ്. ഭാരതി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് മാധവിക്കുട്ടി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയങ്കരിയായ മാധവിക്കുട്ടി ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വളരെയധികം പാട്ടുകൾ പഠിപ്പിച്ച പാട്ട് ടീച്ചറായ വസുന്ധര ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. വസുന്ധര ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയങ്കരിയായ ചന്ദ്രിക ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. ചന്ദ്രിക ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ശോഭന ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ സംഭാവന ചെയ്തിട്ടുള്ളതും അദ്ദേഹം മിലിറ്ററിയിലെ ലഫ്റ്റനൻ്റ് കേണൽ പദവി ആദരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അധ്യാപകരിൽ 2-3 പേര് കൂടി എത്തിച്ചിട്ടുണ്ട്. ശ്രീമതി ഗൗരി ടീച്ചറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി മാധവിക്കുട്ടി ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. മാധവിക്കുട്ടി ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി അൽഫോൺസ ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. അൽഫോൺസ ടീച്ചറെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേരി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മേരി ടീച്ചറെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ്സും നമ്മുടെ സഹപാഠിയായ അഡ്വക്കേറ്റ് ജയൻ്റെ ഭാര്യയും ഈ വർഷം അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ റിട്ടയർ ചെയ്യുന്നതുമായ മഞ്ജുള ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഞ്ജുള ടീച്ചറെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥികളിൽ ഉന്നത പദവികളിൽ എത്തിച്ചേർന്ന നമ്മൾക്ക് മുമ്പുള്ള ബാച്ചുകളിലും നമുക്ക് ശേഷമുള്ള ബാച്ചുകളിലുമുള്ള കുറച്ച് പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലും നമ്മൾ വരാമെന്ന് എത്തിച്ചേർന്ന ചിലർക്ക് സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എത്തിച്ചേർന്നവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഡോക്ടർ പി രാഘവൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ
മേധാവിയായി റിട്ടയർ ചെയ്ത ആളാണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തെ രാജാമണിയുടെ ജ്യേഷ്ഠ സഹോദരനും കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പൗലോസ്, നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിരുന്ന പൗലോസ് മാഷിൻ്റെ മകനും വിദേശത്തെ പല യൂണിവേഴ്സിറ്റികളിലും അധ്യയനത്തിന് വേണ്ടി പഠിപ്പിക്കുന്നതുമായ, അതേമാതിരി എക്കണോമിക്സിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകളാണ് പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അത് പ്രൊഫസർ ജസ്റ്റിൻ പോൾ PhD, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തതായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരുടെ രോഗചികിത്സയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതമൊഴിഞ്ഞു വയ്ക്കുകയും അതോടൊപ്പം തന്നെ കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിൽ വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുന്നതുമായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂളിൽ തന്നെ പഠിച്ച് നാടകരംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ബിൻസാദിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തന്നെ സഹപാഠിയായ ശ്രീ ശങ്കരൻ ചെമ്പുച്ചിറ, അദ്ദേഹം നമ്മുടെ പഠനകാലത്ത് തന്നെ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച ആളാണ്. നമ്മുടെ ഈ ജൂബിലി ആഘോഷത്തിൻ്റെ തീം സോങ്ങും നാടകരചനയും നാടക സംവിധാനവും നിർവഹിക്കുന്നത് ശ്രീ ശങ്കരനാണ്. ശങ്കരനെ ആദരിക്കുന്നതിനായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തന്നെ സഹപാഠിയായ ശ്രീമതി ശശികല ജഗജീവൻ, കാർഷിക രംഗത്ത് വളരെയധികം മുന്നിട്ട് പ്രവർത്തിക്കുന്നതാണ്. മികച്ച കർഷകയ്ക്കുള്ള അവാർഡ് പല പ്രാവശ്യം പല വേദികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ശ്രീമതി ശശികല ജഗജീവനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ P. സുരേഷ്, സെൻട്രൽ ബാങ്കിൻ്റെ ജനറൽ മാനേജറായി റിട്ടയർ ചെയ്ത ശ്രീ സുരേഷ് ഏതാനും നിമിഷങ്ങൾക്കോടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജറായിട്ടുള്ള ശ്രീമതി രജത ചന്ദ്രിക എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിരുന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അവർക്ക് അവരുടെ അസാന്നിധ്യത്തിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രവീൺ മാഷ് സ്റ്റാഫ് സെക്രട്ടറി എത്തിച്ചേരാമെന്ന് സമ്മതിച്ചിരുന്നു. അദ്ദേഹം PTA, പിന്നെ PTA സെക്രട്ടറി, MPTA സെക്രട്ടറി, MPTA പ്രസിഡൻറ്റ്, സ്കൂൾ ലീഡർ, ഇവരെല്ലാം ഇവിടെ എത്തിച്ചേരാമെന്ന് സമ്മതിച്ചതാണ്. അവരെ പലരും ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നതാണ്. അവരെയെല്ലാം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ജൂബിലി ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി നമ്മുടെ ജൂബിലി കമ്മിറ്റി ചെയർമാനായ ശ്രീ ബേബി മാത്യു കാവുങ്കലിനെ സാദരം ക്ഷണിക്കുന്നു. ആയിരത്തി 1975-76 SLC ബാച്ചിൻ്റെ സുവർണ ജൂബിലി ആഘോഷം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രവീന്ദ്രൻ മാഷ്, വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സാഹിത്യകാരനായ അഷ്ടമൂർത്തി, വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അധ്യാപികമാരെ, ഈ സ്കൂളിൽ നിന്നും വിജയിച്ചു പോയി പ്രശസ്തി നേടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, SKHS കൂട്ടുകാരെ, മാധ്യമപ്രവർത്തകരെ, 1975-76 SLC ബാച്ച് എന്ന് പറയുമ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു SLC ബാച്ചാണ്. ആദ്യമായി ന്യൂ സ്കീം
ഈ ബാച്ചാണ് SSLC എഴുതിയത്. ഗ്രൂപ്പ് സിസ്റ്റം ഇതിൽ കൂടെ ആദ്യമായി ന്യൂ സ്കീം ബാച്ചിൽ SSLC എഴുതി ഭാഗ്യം ചെയ്ത ഓരോരുത്തരുമാണ് നമ്മൾ. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് SSLC പരീക്ഷ എഴുതാനുള്ള യോഗം കിട്ടിയ ആളുകളാണ്. ഈ സ്റ്റേജ് നമ്മൾ SSLC ബാച്ചിലെ യുവജനോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്ത ഈ സ്റ്റേജിലും 50 വർഷമായി. ആ സ്റ്റേജിലാണ് നമ്മൾ ഈ സമാപന സമ്മേളനം കൂടുന്നത് എന്നുള്ളതും ചാരിതാർത്ഥ്യജനകമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് SSLC പാസ്സായി പോയ പല വ്യക്തികളെയും നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലും ചില വ്യക്തികളെ നമ്മൾ ഇന്നാണ് പരസ്പരം കാണുന്നതും. ഇങ്ങനൊരു കൂട്ടായ്മ ഒരുക്കിയതുകൊണ്ട് 50 വർഷമായ ഇന്ന് 64-65 വയസ്സായ ആളുകൾ ഒത്തുകൂടി അതിന് അവസരമൊരുക്കിയ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തന്നെ കാരണം ഒരു 5-6 വർഷം മുമ്പ് നമ്മുടെ സഹപ്രവർത്തകനായ CP മണിയുടെ മകളുടെ വിവാഹവേദിയിൽ വെച്ചാണ് നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ സുഹൃത്തുക്കളായ T സുഭാഷും അതുപോലെ തങ്കച്ചൻ വർഗീസും ഒക്കെ കൂടി നമുക്കിങ്ങനെ ഒരു കൂട്ടായ്മ കൂടണമെന്ന് പറഞ്ഞ് അന്ന് ആരംഭിച്ച ആ കൂട്ടായ്മ പല കോവിഡും പല പല കാരണങ്ങൾ കാരണം മാറ്റി ഒരു 4 വർഷം മുമ്പാണ് ആദ്യം 10A ബാച്ച് കൂട്ടായ്മ കൂടി. അങ്ങനെ വന്നപ്പോൾ എന്താ ഞങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്താ, നമുക്ക് എല്ലാവർക്കും കൂടാമെന്ന് പറഞ്ഞ് ഇന്ന് 125ഓളം ആളുകൾ, അത് അമേരിക്കയിലുള്ളവരുണ്ട്, ഹൈദരാബാദിലുള്ളവരുണ്ട്, ഡൽഹിയിലുള്ളവരുണ്ട്, കുവൈത്തിൽ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മധുരയിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവരെയൊക്കെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഈ സമ്മേളനം സുവർണ ജൂബിലി ആഘോഷം ഒരു 4 മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടായ്മ കൂടി ആലോചിച്ചത് നമ്മുടെ വിദ്യാലയത്തിന് നമ്മുടെ സ്മാരകമായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ HM നമ്മളോട് പറഞ്ഞത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചാൽ വളരെ ഉപകാരമാകുമെന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഈ SSLC കൂട്ടായ്മയുടെ പേരിൽ നമ്മൾ കൊടുത്തു. അത് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരനായ റിട്ടയർഡ് ലഫ്റ്റനൻറ്റ് കേണൽ ഇന്ന് ഇപ്പോൾ ഹൈദരാബാദിൽ അവിടുത്തെ ഡിഫൻസ് ഹോസ്പിറ്റലുകളുടെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ശ്രീ KA മാത്യു ആണ്. നമ്മളുടെ ഈ പരിപാടി ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളോടുകൂടെ പിരിയല്ല, തുടർന്നും സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി കൂട്ടായ്മ നമുക്ക് ഒത്തുചേരണം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മാഷെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് വർണ്ണങ്ങൾ വിരിയുന്ന ഒരു സമയമാണ് ഇത്. ഓർമ്മ ചെപ്പ് എന്ന ഒരു ശീർഷകത്തിൽ വളരെ മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 50 വർഷം മുമ്പ്
നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വർഷം. അടിയന്തരാവസ്ഥ നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ ഇവിടെ പഠിച്ചവർ എല്ലാവരും ഒത്തുചേരുകയാണ്. എല്ലാവരുടെയും മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ സമയത്ത് ഒരു പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ 50 വർഷം മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷകൾ ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ 50 വർഷം മുമ്പത്തെ പ്രതീക്ഷകളും 50 വർഷത്തിന് ശേഷമുള്ള ഓർമ്മകളും തമ്മിൽ ചേരുന്ന നിമിഷങ്ങളാണ്. പ്രതീക്ഷകൾ എത്ര കണ്ട് വിജയിച്ചു, അസ്ഥാനത്തായി വിജയിച്ചില്ല എന്നുള്ളതൊക്കെ കൃത്യമായി വിലയിരുത്താൻ പറ്റുന്ന ഒരു വേളയാണ് ഇത്. ഇവിടെ പഠിക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിലെല്ലാം ജീവിതത്തെക്കുറിച്ചും നമ്മുടെ നാടിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഓരോ വർഷം കഴിയുന്തോറും ആ പ്രതീക്ഷകൾ കൂടുതൽ കൂടുതൽ തീക്ഷ്ണമായി ഉണ്ടാവാം. പലതരത്തിലും അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അങ്ങനെയുള്ള ആ പ്രതീക്ഷകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ ശ്രമങ്ങൾ, നമ്മൾ നടത്തിയ ഇടപെടലുകൾ, നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, ഇതെല്ലാം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടാകും. പക്ഷെ ഇപ്പോൾ അതെല്ലാം നമ്മുടെ ഓർമ്മകൾ മാത്രമായിട്ട് മാറി. പ്രതീക്ഷകൾ പലതും വിജയിച്ചിട്ടുണ്ടാവാം, ഒരിക്കലും വിജയിക്കാത്ത പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ ഓർക്കുന്നത് പലപ്പോഴും സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അന്നത്തെ പ്രതീക്ഷകൾ, 50 വർഷം മുമ്പുള്ള പ്രതീക്ഷകൾ ഇന്ന് ഞാൻ പറഞ്ഞു അത് ഓർമ്മകളായിട്ട് മാറി. ഇപ്പോൾ പ്രായമാകുന്നു എന്നുള്ളതിനെ വേണമെങ്കിൽ പ്രതീക്ഷകൾ ഓർമ്മകളായിട്ട് മാറുന്ന ഘട്ടം എന്ന് പറയാം. ഇനിയും നാളുകൾ നീങ്ങുന്തോറും പ്രതീക്ഷകൾ കുറയുകയും ഓർമ്മകൾ വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ജീവിതം പ്രതീക്ഷകളിൽ നിന്ന് ഓർമ്മകളായിട്ട് മാറുമ്പോൾ, ഓർമ്മകൾ നമ്മളെ സുഖിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായി എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതെല്ലാം വ്യക്തികളെ ആശ്രയിച്ച് പലതരത്തിലും മാറും. പ്രതീക്ഷകൾ ഓർമ്മകളാകുന്ന കാലത്ത് ജീവിതത്തിൽ സന്തോഷമുണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നേട്ടം. അത് കൃത്യമായി വിലയിരുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ചേരുന്നത്. നമ്മുടെ പഠിച്ച ക്ലാസ്, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമ്മളിവിടെ സംസാരിച്ച ഓർമ്മ, അതൊക്കെ നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷം ചില്ലറയല്ല. ഞാൻ കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരയ്ക്ക് പോകുന്ന വഴി ചിലപ്പോൾ ഇതിൽ ഒരു ബോധപൂർവം അപ്പുറത്തുള്ള വഴി കൂടെ വരും. കാരണം അവിടെ നിന്ന് ബോയ്സ് ഹൈസ്കൂളിൻ്റെ അവിടെ നിന്നാൽ ആ സി ഷേപ്പിലുള്ള കെട്ടിടത്തിലെ മൂലയ്ക്കുള്ള ക്ലാസ് 8ാം ക്ലാസ്സിൽ ഞാൻ വിജയമാഷ ക്ലാസ്സിൽ പഠിച്ചത്, അത് കാണാൻ വേണ്ടി ചിലപ്പോൾ അതിലേ വരും. അത് ഓർക്കാൻ വേണ്ടിയാണ്. അന്ന് 8ാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾ ഇന്ന് ആ പ്രതീക്ഷ എവിടെ എത്തി, അതൊക്കെ ഇടയ്ക്കെങ്കിലും ഓർക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൽ വരാറുണ്ട്. അതുപോലെ നിങ്ങളും ഇവിടെ വരാറുണ്ടാവും. പഴയ നിങ്ങളുടെ പഠിച്ച ക്ലാസ് റൂം ഇപ്പോൾ ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു, അതെല്ലാം പോയി. പക്ഷേ ചില ക്ലാസ്, ഞാൻ പഠിച്ച ക്ലാസ് ഇപ്പോഴും ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക് പോയിട്ട്. അത് ബോയ്സ് ഹൈസ്കൂൾ ക്ലാസ്സാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, 50 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചവിടെ വരുമ്പോൾ നമ്മുടെ ഓർമ്മകൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം, സന്തോഷിപ്പിക്കുന്നുണ്ടാവാം. പല തരത്തിലുള്ള അനുഭവങ്ങളും വികാരങ്ങളും മനസ്സിലുണ്ടാവാം. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ ഒരുപാട് പ്രതീക്ഷകളിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് വിട്ട് അവർക്ക് കുറേ കൂടി പ്രതീക്ഷകൾ
യഥാർത്ഥത്തിൽ പൂവണിയുന്ന രീതിയിലാകണം എന്ന് കരുതി പുതിയ കുട്ടികളോട് നമ്മളെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാക്കിയാൽ തലമുറകൾ തമ്മിലുള്ള സംവാദമാകും, പുതിയ തലമുറയ്ക്ക് വലിയ ഗുണവും കിട്ടും. ഇനി അടുത്ത് അനുസ്മരണ ചടങ്ങാണ്. നമ്മളെ വിട്ടുപോയൊരു അധ്യാപകരെയും വിദ്യാർത്ഥികളുടെയും കുറച്ച് സമയം അവരെക്കുറിച്ച് അനുസ്മരിക്കുകയാണ്. അപ്പുക്കുട്ട വാര്യർ മാസ്റ്റർ, രാഘവ് പിഷാരടി മാസ്റ്റർ, സെബാസ്റ്റ്യൻ മാസ്റ്റർ, പിള്ള മാഷ്, ഹരിഹരൻ മാസ്റ്റർ, വർഗീസ് മാസ്റ്റർ, വട്ടുമാഷ്, ആൻഡി മാഷ്, പൗലോസ് മാഷ്, ലില്ലി ടീച്ചർ, നാരായണി ടീച്ചർ, കെ പി ജോസ് മാഷ്, ഗോപി മാഷ്, തോമൻകുട്ടി മാഷ്, ശിവൻ മാഷ്, വിജയ ടീച്ചർ, ശൂരവാണി മാസ്റ്റർ, രമ ടീച്ചർ, സുഭദ്ര ടീച്ചർ, പത്മാവതി ടീച്ചർ, ഗോപാലൻ മാസ്റ്റർ, കെ ഗൗരി ടീച്ചർ, തങ്കൻ ടീച്ചർ. അടുത്ത് നമ്മളുടെ കൂടെ പഠിച്ച കുറച്ച് പേര് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അവരെക്കുറിച്ചും അവരുടെ പേര്: സുബ്രൻ കെ കെ, പോൾസൺ, രാജഗോപാൽ, സുഭാഷ്, വിജയകുമാർ, പുഷ്പലത, സുശീല, ലക്ഷ്മണൻ, തങ്കച്ചൻ വർഗീസ്. അടുത്തതായി നമ്മളുടെ സുഹൃത്ത് ശങ്കരൻ ചിഞ്ചിറ രചന നിർവഹിച്ച തീം സോങ് നമ്മുടെ സുഹൃത്ത് പൊതുവാളിൻ്റെ ഒരു സഹോദരൻ ഈണം പകർന്ന ഒരുക്കിയ തീം സോങ് ഇപ്പോൾ ഹരിദാസ് ടീം ആരംഭിക്കുന്നു.
സ്വാഗതം സുസ്വാഗതം വന്ദനം ഗുരുവന്ദനം സ്വാഗതം സുസ്വാഗതം വന്ദനം ഗുരുവന്ദനം. ശ്രീ സുരേഷിന് സ്വാഗതം ആശംസിച്ചിരുന്നു. നമ്മുടെ സഹപാഠിയായ ഇന്ദിരയുടെ സഹോദരനും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജരുമായി റിട്ടയർ ചെയ്ത ശ്രീ സുരേഷിനെ ഈ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം അദ്ദേഹത്തിനെ ആദരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേട്ട ഈ തീം സോങ്ങിൻ്റെ സംഗീതം ചെയ്തതും അതിൻ്റെ ട്രാക്ക് റെക്കോർഡ് എല്ലാം സിംഗപ്പൂർ ഇരുന്നു കൊണ്ട് വളരെ മനോഹരമായി തയ്യാറാക്കി നമുക്ക് നൽകിയത് നമ്മുടെ സഹപാഠിയായ ശ്രീ വേണു പൊതുവാളിൻ്റെ സഹോദരിയുടെ മകനായ സന്തോഷ് കുമാറാണ്. സന്തോഷ് കുമാറിൻ്റെ അസാന്നിധ്യത്തിലും നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. ആ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ വേണുഗോപാലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിനും നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനുമായി നമ്മുടെ ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫുമായിരുന്ന MG കുമാറിൻ്റെ മകനും ഈ സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയും ഇന്നലെ ഡിക്ലെയർ ചെയ്ത ഇലക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതുമായ പ്രവീൺ മാഷിനെ ഈ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ യോഗത്തിൻ്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ അഷ്ടമൂർത്തിയെ കുറഞ്ഞ വാക്കുകളിൽ ഈ യോഗത്തിന് അഭിസംബോധന ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഈ രാവിലെ നേരത്തെ എഴുന്നേറ്റ് നടക്കുന്ന ആളാണ്. ഒരു 5:30 സമയത്തൊക്കെ നടന്ന് ഒരു 6:30 ആകുമ്പോഴേക്കും തിരിച്ചു വരും. അപ്പോൾ നാട്ടിലെ വഴികളൊക്കെ സുപരിചിതമായതുകൊണ്ട് അതിലെ നമുക്ക് ഒരു വൈവിധ്യം വരുത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വഴികൾ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കും, വഴികൾ മാറി മാറി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു വഴി കൂടെ പോകുമ്പോൾ ഒരു വീടിൻ്റെ ഗേറ്റിൽ ഒരു വളരെ വയസ്സായിട്ടൊരാൾ നിൽക്കുന്നു. അയാളുടെ കയ്യിലൊരു പത്രമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, KK മാഷിൻ്റെ മകനല്ലേ ചോദിച്ചു. അപ്പോൾ KK മാഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. നാട്ടിൽ ഒരു ദിവസം അറിയപ്പെടുന്നത് ഞാൻ KK മാഷിൻ്റെ മകനാണെന്നുള്ള നിലയ്ക്കായിരുന്നു. എനിക്കാണ് ഇപ്പോഴും. അപ്പോൾ ഈ വയസ്സൻ എന്നോട് ചോദിച്ചു, KK മാഷിൻ്റെ മകൻ എനിക്ക് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛൻ്റെ ഏതെങ്കിലും കൊളീഗൊക്കെ ആവാൻ സാധ്യതയില്ല. അച്ഛന് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 120 വയസ്സൊക്കെ ആവും. പക്ഷെ അച്ഛൻ പഠിപ്പിച്ച വല്ലവരോ ഇങ്ങനെയൊക്കെ എല്ലാവരും ആയിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടുത്തേക്ക് തന്നു. അപ്പോൾ ആൾ പറഞ്ഞു, നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. മൂപ്പർ ഇത്രയും പ്രായമായിട്ട് പല്ലൊക്കെ കൊഴിഞ്ഞ് തലയിലൊരു രോമം പോലും ഇല്ല. അതിവയസ്സിനൊരാൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പം പറയുകയാണ്, നമ്മൾ ഒന്നിച്ചൊരു സ്കൂളിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ ആൾ പറഞ്ഞ സൗദിയിൽ ഉദ്യോഗമൊക്കെ ആയിരുന്നു, എന്തൊക്കെ കുറേ സമ്പാദിച്ച് തിരിച്ചു വന്ന് നാട്ടിൽ കുറേ ഭൂമിയൊക്കെ വാങ്ങി ഇവിടെ താമസാക്കി, വീട്ടിൽ താമസാക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോണ വഴിക്ക് അവിടെ പിരിഞ്ഞ് ഒരു 5 മിനിറ്റോളം സംസാരിച്ച് തിരിഞ്ഞ് നടക്കുന്ന വഴിക്ക് താനാകെ ആൾ മാറിപ്പോയി കേട്ടോ, ഇതൊരു വയസ്സനായി ഇതാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവരുടെ വയസ്സ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ ഒരു കൂടിച്ചേരൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് വരാം. സ്കൂളിൽ ഓഫീസിലെ പല കാര്യങ്ങൾക്കുമായി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഓർഡറുകളനുസരിച്ച് പല സ്ഥലങ്ങളിൽ പരിശീലനത്തിനും അതിനുമുമ്പ് പോയി വരുമ്പോൾ ഞാനിവിടെ എടുക്കേണ്ടതായ ഫിസിക്സ് ക്ലാസ്, ആ ക്ലാസ് അത് എക്സ്ട്രാ ക്ലാസ് എന്ന് പറയും.
അതിന് പോകേണ്ടത് എൻ്റെ നല്ലവരായ പഴയ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും സുഹൃത്തുക്കളാണ്. ഒരു ദുഃഖമേ ഉള്ളൂ, അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളും. പക്ഷേ എൻ്റെ ചുമതല പഠിപ്പിക്കലാണ്. പക്ഷെ മുകളിൽ നിന്ന് കിട്ടുന്ന ഉത്തരവുകൾ അനുസരിക്കാതെ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ ശനിയാഴ്ചകൾ 5 മണി വരെ, ശനിയാഴ്ചകളും സാധാരണ ദിവസം 5 മണി വരെയൊക്കെ നിങ്ങളെ കഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകൾ, അതിനും ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നില്ല. കാരണം അതെൻ്റെ ആവശ്യമായിരുന്നു, നിങ്ങളുടെ ആവശ്യമായിരുന്നു. എൻ്റെ പോർഷൻ തീർക്കേണ്ട എൻ്റെ ചുമതല. എൻ്റെ പ്രിയപ്പെട്ട മഞ്ജു ടീച്ചർ ഉൾപ്പെടെയുള്ളവരിയ്ക്കുന്നു. ഏറ്റവും നല്ല സംഘാടന മികവോടുകൂടി ഈ പരിപാടി നടത്തിയ മുഴുവൻ പേരെയും സ്റ്റാഫിൻ്റെ പേരിൽ ഹൃദയത്തിൽ തൊട്ടിൽ അഭിനന്ദിക്കുകയാണ്. ഇതാണ് മാതൃക. ഇതിൻ്റെ സംഘാടകരൊക്കെ തന്നെ സ്കൂളിൻ്റെ മൊത്തം ഒരു ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സംഘാടനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള സുരേന്ദ്രേട്ടനും ബേബിച്ചേട്ടനും ഉൾപ്പെടെയുള്ളവരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ട് എല്ലാവർക്കും. ഈ മണ്ണ് വളരെ വിലയേറിയ മണ്ണാണ്. ഈ മണ്ണിന് ഭയങ്കര പൈതൃകമുണ്ട്. ഇതിൽ തൊട്ട് പോയവരൊന്നും തന്നെ ബിൻഷാദ് മാഷായാലും അതുപോലെ തന്നെ രാഘവേട്ടനായാലും അതുപോലെ ജസ്റ്റിൻ ചേട്ടനായാലും ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുത്ത മണ്ണും അതിൻ്റെ ശില്പികളുമാണ് ഇവിടെ നിൽക്കുന്നത്. ആ ശില്പികളെയും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. സംഘാടകർക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ സ്കൂളിലെ ഈ ആഘോഷവേളയിൽ ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്, എൻ്റെ വിദ്യാലയത്തിൽ ഒരു നല്ല പ്യൂരിഫയർ ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല ശുദ്ധജലം കഴിക്കാനുള്ള ഒരു പ്യൂരിഫയർ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ സാമ്പത്തികം തന്നെ അവർ തന്ന് ആ പ്യൂരിഫയർ സമ്മാനിച്ചു എന്നുള്ളതാണ്. ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് കോളേജ് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള തുക, അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അച്ഛൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ വേറെ ആർക്കും വരുമാനമില്ലാത്ത ഒരു വീട്ടിലെ കുട്ടികൾക്ക് തുടർ പഠനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു ഘട്ടത്തിൽ ഈ ബാച്ചിലെ ഡേവി എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ കുട്ടിക്ക് ആവശ്യമുള്ള ആ സഹായം ചെയ്യുന്നത്. ആ കുട്ടിയുടെ പഠനം കഴിയുന്നത് വരെ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഈ ബാച്ചിലുള്ളവരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള മുൻപുള്ളവരും ഞാൻ പറയുന്ന ആവശ്യങ്ങൾക്ക് ഈ വിദ്യാലയത്തിന് വേണ്ടി ചെയ്തു തന്നതിൽ അവരോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും വർഷം പഠനത്തിന് ശേഷം ഞാൻ B.Ed പൂർത്തിയാക്കി ഈ വിദ്യാലയത്തിലെത്തിയപ്പോൾ ഇവിടെയുള്ള എൻ്റെ അധ്യാപകരെ എന്നെ അവരുടെ സ്വന്തം കുട്ടിയെ പോലെയാണ് എന്നെ കണക്കാക്കിയിട്ട് ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരും. എനിക്ക് നന്നായിട്ട് പറയാൻ കഴിയും, ഞാൻ നല്ല ഒരു രസതന്ത്രം അധ്യാപികയാണ് എന്ന് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഗുരുജനങ്ങളുടെ അവരാണ് എന്നെ അത് പരിശീലിപ്പിച്ചെടുത്തത്. അവരോട് എനിക്ക് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഈ അവസരത്തിൽ ഇവരുടെ ഈ കൂട്ടായ്മ, ഈ വിദ്യാലയത്തിൻ്റെ, ഈ നാടിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് സാമ്പത്തികമായി വളരെ താഴ്ന്ന കുട്ടികളാണ്. പക്ഷേ ഇവിടെ പഠിച്ച എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ളവരിൽ നന്മ കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള കുട്ടികളാക്കി വളർത്താൻ കഴിഞ്ഞത് ഈ അധ്യാപകർക്കാണ്. ഇനിയും ഈ നാടിൻ്റെ നല്ല കുട്ടികളെ വളർത്തിയെടുക്കാനും കഴിയാനും ഇനിയും വരുന്ന അധ്യാപകർക്കും എല്ലാം കഴിയട്ടെ. നമുക്കെല്ലാവർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വിദ്യാലയത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾക്ക് കഴിയുന്നത് പോലെ സമൂഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നിങ്ങൾ ചെയ്തു തന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി സ്പെയിനിലും പോളണ്ടിലും ഹംഗറിയിലും റൊമാനിയയിലും പല സെമിനാറുകളിലും ഒരു സ്പീക്കർ എന്നുള്ള രീതിയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടായി. അവിടെയൊക്കെ പോകുന്നതിനേക്കാൾ സന്തോഷം ഇവിടെ വരുമ്പോഴാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇത്രയും 60-65 വയസ്സിലും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഉത്സാഹിച്ച ഈ ടീമിനെ അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു വർഷം അമേരിക്കയിൽ നിന്ന് ലീവ് എടുത്ത് ബോംബെയിൽ പ്രോ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത്
ഞാൻ തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോയി. ആ സമയത്ത് അവിടെ യൂണിവേഴ്സിറ്റികളിൽ കണ്ടത്, ഇപ്പോൾ അമേരിക്കയിലും യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്, പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് ചെറുതല്ല. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഒരു സ്കൂളിന് അല്ലെങ്കിൽ ഒരു കോളേജിന് ഒരു യൂണിവേഴ്സിറ്റിക്ക് സാധിക്കുകയാണെങ്കിൽ ആ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോളേജിൻ്റെ ഏറ്റവും വലിയ വിജയത്തിന് അവർക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അമേരിക്കയിലെല്ലാം ഞാൻ കാണുന്നത് കോളേജുകളിലൊക്കെ ഓരോ ക്ലാസ് റൂമിൻ്റെയും പേര് ആ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ആ കോളേജിൽ നിന്ന് പഠിച്ചു പോയി ജീവിതത്തിൽ വിജയം വരിച്ച ആൾക്കാരുടെ പേരിലാണ് ഓരോ ക്ലാസ് റൂമും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ആ സ്കൂളിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കോളേജിൻ്റെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വേൾഡ് ക്ലാസ് ആയി മാറും. 1 സ്റ്റാർ കോളേജ് 5 സ്റ്റാർ കോളേജായി മാറും. ഇപ്പോൾ അവിടുത്തെ കോളേജുകളുടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ക്ലാസ് റൂമൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ പോലെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജീവിതത്തിൽ ഏറ്റവും വിജയം വരിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിലോ ജോലിയിലൊക്കെ ടോപ്പ് എത്തിയിട്ടുള്ള അവരെ അഭിനന്ദിക്കുകയും അവരുടെ കൊണ്ട് ഓരോ ക്ലാസ് റൂമിൻ്റെയും അതുപോലെ ഓരോ കാര്യങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടുകൂടിയാണ് അവിടെ എല്ലാം കോളേജുകളെല്ലാം നടക്കുന്നത്. അന്ന് മാക്സിമം മോളഷെഡുകളായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒക്കെ വലിയ ചേട്ടനാണ്. ഞാൻ പഠിക്കുമ്പോൾ ഹൈസ്കൂൾ ഇവിടെ ഇല്ല. 5, 6, 7 ക്ലാസ്സുകളിൽ പഠിച്ച ശേഷം ഞാൻ കൊടകര പോയി. അന്ന് അഡ്മിഷൻ ഫീ ഉണ്ടായിരുന്നു 3 രൂപ. അതെനിക്ക് തന്ന് എക്കാലം ഞാൻ ഓർക്കുന്ന രാഘവ് പിഷാരടി മാഷായിരുന്നു. അദ്ദേഹം ഹെഡ് മാസ്റ്ററായിരുന്നു. 3 രൂപ അദ്ദേഹം തന്നു, അല്ലെങ്കിൽ ഞാൻ ചേരില്ലായിരുന്നു അവിടെ. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ സ്കൂളുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ സ്കൂളിൻ്റെ ആദ്യത്തെ മാനേജറും എൻ്റെ പ്രിയ സുഹൃത്ത് CK രഘുനാഥിൻ്റെ അച്ഛനുമായ കേശവമേനോൻ അവറുകളാണ് എന്നെ ക്രൈസ്റ്റ് കോളേജിൽ കൊണ്ട് ചേർത്തിയത്. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എനിക്ക് സ്കൂളുമായിട്ട് വലിയൊരു അഭേദ്യമായ ബന്ധമുണ്ട്. എനിക്ക് ഏറ്റവും ഇവിടെ വന്നപ്പോൾ ഇഷ്ടപ്പെട്ടത് എല്ലാവരും ഉണ്ട്. ഞാൻ ഭാരതി ടീച്ചറെ കണ്ടെന്നുള്ളത്. എന്നെ പഠിപ്പിച്ച ടീച്ചറാണ്. ഭാരതി ടീച്ചർ ഇവിടെയുണ്ട്. എന്നെ ഹിന്ദി പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ വളരെ സൂപ്പർ സീനിയറായ എനിക്ക് എൻ്റെ ടീച്ചറെ കാണാൻ കഴിഞ്ഞു. ബാക്കി പല ടീച്ചേഴ്സുമായിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ ഈ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പാലേരി മാണിക്യം പാതിരാ കൊലപാതകത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതിലൊരു കൊലപാതകം നടക്കുന്ന ദിവസമാണ് ആ കൊലപാതകം പിന്നീട് തെളിയിച്ച ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജനിച്ചു വീണത്. അതുപോലെ ഈ 75-76 കാലഘട്ടത്തിൽ SSLC ബാച്ചിൽ നിന്ന് നിങ്ങൾ പാസ് ഔട്ടായ 76 എന്ന് പറഞ്ഞാൽ ഞാനന്ന് ജനിച്ചിട്ടില്ല, 76 ഒരു നവംബർ 10-നാണ് ഞാൻ ജനിച്ചത് എന്ന് പറയുന്നൊരു കോയിൻസിഡൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷമാണ് എനിക്ക് 50 ആകുന്നത്. പക്ഷെ ഇത്തരത്തിൽ ആ ഒരു വിദ്യാലയത്തിലേക്ക് ഇത്തരത്തിലൊരു കോയിൻസിഡൻസിലോടുകൂടി എത്തിച്ചേരാൻ കഴിഞ്ഞു. ഒരു പക്ഷേ ഒരു സുഹൃതമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്നെ പഠിപ്പിച്ച, നേരത്തെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ തൊട്ട് പിറകിലിരുന്ന മേരി ടീച്ചർ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, ബിൻസാദെ നിന്നെ ഞാൻ ഓർക്കുന്നു, നീ അന്നൊരു ചിടുങ്ങായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതിൽ വലിയ വ്യത്യാസം ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വേദി എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഞാനിവിടെ പഠിച്ച 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്സിൽ 5 കൊല്ലവും തുടർച്ചയായി അറബിക് പദ്യോച്ചാരണത്തിൽ 1ാം സ്ഥാനം നേടിയത് ഈ വേദിയിൽ നിന്നാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ മോണോ ആക്ട് മിമിക്രിക്ക് 1ാം സ്ഥാനം നേടി ജില്ലയിലും ഉപജില്ലയിലൊക്കെ ഈ പറയുന്ന സ്കൂളിൽ പ്രതിനിധീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതും ഈ വേദിയിലാണ്. ആ വേദിയിൽ ഒരു മുഖ്യ ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷണിക്കപ്പെട്ട ആദരവ് നൽകുന്നവരിൽ ഒരാളാകുന്നു എന്നൊക്കെ പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇടുക്കി അങ്ങനെ ഒരിക്കലും ഇവിടെ ഉണ്ടായിട്ടില്ല. ശ്രീകൃഷ്ണൻ നമ്മളോട് എന്നും ഉണ്ടായിരുന്നു. അതായത് ഒരു സെക്യുലറിസം ഉണ്ട്, സെക്യുലറായിട്ട് നമ്മളോട് വളർന്നു. ആ വളർച്ച ആർമിയിൽ എന്നെ വളരെയധികം ഉപകാരം ചെയ്തു. കാരണം ഞാൻ ഗൂർഖ റെജിമെൻറ്റിൽ കമ്മീഷനാകുമ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞില്ല, 9 ദിവസം നമ്മൾക്ക് വ്രതം വയ്ക്കണം, നവരാത്രിക്ക് ആടിനെ വെട്ടണം, മാതൃകയെ പൂജിക്കണം. അത് മാതൃക നമ്മളുടെ അന്ന് അവിടെ ഞങ്ങൾ ഡേറ്റ് ചെയ്യായിരുന്നു. യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾ മാതൃകയ്ക്ക് പൂജ കൊടുത്തിട്ടാണ് പോവുക. നമ്മൾ ഒരിക്കലും അത് ബാധിച്ചിട്ടില്ല എന്നുള്ള വളരെ സത്യമാണ്. ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ മതേതരത്വം, സെക്യുലറിസം 5ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് കിട്ടിയിരുന്നു. ഏറ്റവും വലിയൊരു കഴിവാണത്. നമ്മൾ ഏത് ജീവിതത്തിൻ്റെ മൂലയിൽ പോകുമ്പോഴും
ഈ സ്കൂളിൻ്റെ ഓരോ ചെപ്പിനകത്തും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. 2, കറേജ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 2 കറേജാണുള്ളത്. ഒന്ന് ഫിസിക്കൽ കറേജ്, ഒന്ന് മോറൽ കറേജ്. മോറൽ കറേജ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം. സത്യമായിരിക്കണം അത് നമുക്ക് ദാമോദർ മാഷാണ് തന്നത്. അത് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അടർത്തിയിട്ടില്ല. ആരെങ്ങനെ പറഞ്ഞില്ലേ, അത് ഞങ്ങൾ അടർത്തിയിട്ടില്ല. ഈ വെള്ളത്തിൻ്റെ ടാങ്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ഞങ്ങളെ പാർലമെൻറ്റ്, ഞാൻ സ്കൂൾ ലീഡറായിരുന്നു, വലിയ ബുദ്ധിമുട്ട്, പൂവാലിത്തോട് വരെ പോകണം എന്ന് വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളെ പാർലമെൻറ്റ് കമ്മിറ്റി നോക്കുന്ന അധ്യാപകനായിരുന്നു അത്. ഞാൻ പറഞ്ഞൊരു മാഷ് വലിയ ബുദ്ധിമുട്ടുള്ള പോയി വരാൻ ലീഡറെ ബുദ്ധിമുട്ടാണോ? അപ്പോൾ അങ്ങനെ ഞങ്ങളെ ഉത്സാഹിപ്പിച്ച് പാർലമെൻറ്റിലെ കമ്മിറ്റി പാസ്സാക്കി സ്കൂൾ അതോറിറ്റി കൊടുത്തിട്ടാണ് ആ സ്കൂളിൻ്റെ വാട്ടർ ടാങ്ക് ഓർക്കുന്നുണ്ടോ മാഷേ, വാട്ടർ ടാങ്ക്. അപ്പോൾ അന്ന് അതിന് കല്ലിട്ടപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഒരു ലീഡറെ തന്നെ എന്തിനാ കല്ലിടാൻ വന്നത്, 5 നാണയങ്ങൾ ഇടണ്ടേന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് 5 നാണയങ്ങൾ എടുത്ത് തന്ന മനുഷ്യനാണ് അവിടെ ഇരിക്കുന്നത്. അന്നൊക്കെ ഇവിടെ രാജ്യങ്ങളായിരുന്നു. കോടാലി രാജ്യം, ചുങ്കാൽ രാജ്യം, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് തന്നെ കോടാലി രാജ്യത്തിൻ്റെ അതിർത്തി കടത്തി എന്നെ ഈ സ്കൂളിൽ ചേർത്തിയത് ഇന്ദിര ചേച്ചിയായിരുന്നു, നിങ്ങളുടെ സഹപാഠിയായ ഇന്ദിര ചേച്ചിയായിരുന്നു. അങ്ങനെ ഒരു കുറച്ചുകൂടി വിശാലമായ ഒരു ലോകത്തിലെത്തി. ഇവിടെ നമ്മൾക്കൊക്കെ ഞാൻ ആശംസയിൽ പറഞ്ഞ മാതിരി നമ്മൾക്കൊക്കെ എല്ലാ കാര്യത്തിലും മാതൃകകളായിരുന്ന, നമ്മൾക്ക് വളരെ എല്ലാ തരത്തിലുള്ള നീതിബോധം, സത്യസന്ധത, സാഹോദര്യം, ദേശസ്നേഹം, ജീവിതത്തിലെ മൂല്യങ്ങൾ, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ച, നമ്മളിൽ ഉരുക്കുപോലെ ഉറപ്പിച്ച് വിട്ട, നമുക്കെല്ലാം എല്ലാ കാര്യത്തിലും മാതൃകളായിരുന്ന അധ്യാപകരെയാണ് നമ്മൾക്ക് കിട്ടിയിരുന്നത്. അത് നമ്മുടെ ഭാഗ്യമായിരുന്നു. അന്ന് പഠിച്ച പാഠങ്ങളല്ലാതെ, അതിൽ അറിവുകളല്ലാതെ, പാഠങ്ങൾ എന്ന് വേറെ വേണമെങ്കിൽ പറയാം, അറിവുകളല്ലാതെ ബാക്കിയെല്ലാം നമ്മളെടുത്ത ഡിഗ്രി അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ബാങ്കിങ്ങിലെ ക്വാളിഫിക്കേഷൻ, അതൊക്കെ കേക്കിൻ്റെ മുകളിലെ വെറും പഞ്ചസാര പൂക്കളായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സ് സമ്പന്നമാക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, കുടുംബാംഗങ്ങളെ, കൊച്ചുമക്കളെ, പിന്നെ ഞാൻ പേരെടുത്ത് പറയാത്ത മറ്റ് അംഗങ്ങളെ, ഈ ഓർമ്മച്ചെപ്പിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നാം ഇവിടെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മച്ചെപ്പിൻ്റെ മുത്തുകൾ തുറന്നിട്ടേ ഉള്ളൂ. ഓർമ്മച്ചെപ്പ് തുറന്ന് ഒരു മുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ, ഉദ്ഘാടന കർമ്മം എന്ന ആ മുത്ത്. ബാക്കി മുത്തുകളെല്ലാം എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് വളരെയധികം സമയക്കുറവുണ്ടായിട്ടും ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ രവീന്ദ്രൻ മാഷക്ക് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിലും ഈ കൂട്ടായ്മയുടെ പേരായ ഓർമ്മച്ചെപ്പിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം ഇവിടെ നമുക്ക് ഒരു മുത്ത് എറിഞ്ഞു തന്നിട്ട് പോയിട്ടുണ്ട്. അത് എല്ലാവരെ ചിന്തിപ്പിക്കാനും ഭാവി തലമുറയെ വാർത്തെടുക്കാനുമുള്ള ഒരു മുത്തായിരുന്നു. എല്ലാവരും അത് ആലോചിക്കുക, ചിന്തിക്കുക. അടുത്ത ഒരു സെമിനാർ പോലെ നമുക്ക് സംഘടിപ്പിച്ച് അതിനു വേണ്ടിയുള്ള സംവാദം നടത്താനും ആലോചിക്കേണ്ടതാണ്. അടുത്തതായി എനിക്ക് ഇവിടെ പറയാനുള്ളത്, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അഷ്ടമൂർത്തി സാറിനാണ്. സാഹിത്യകാരനായ അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 2 കഥകൾ പറഞ്ഞ് നാം മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരെ വിലയിരുത്താൻ എന്ന ഒരാശയം ഇവിടെ എടുത്തിട്ടുകൊണ്ട് പോയ ചുരുങ്ങിയ സമയം ചിന്തിക്കാനും അതിനെ കുറച്ച് മേന്മയുള്ളതാക്കി മാറ്റാനും വേണ്ടി നമുക്ക് നല്ല ഒരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ അഷ്ടമൂർത്തി സാറിന് ഞാൻ ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി എനിക്ക് നന്ദി പറയാനുള്ളത്, ഈ വേദിയിൽ ഞങ്ങളുടെ സഹപാഠിയായിരുന്ന നമ്മുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ശ്രീ ബേബി മാത്യു കാവുങ്കലിനെയാണ്. അദ്ദേഹം
വളരെ നാളുകളായി ഞങ്ങളോടൊപ്പം നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ധാരാളം കഠിന പ്രയത്നം ചെയ്താണ് ഇന്ന് ഈ വേദിയിൽ ഇരിക്കാനും ഈ വലിയ മുഹൂർത്തം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനുള്ളതുവരെ എത്തിക്കാനും പ്രയത്നിച്ചതാണ്.